ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എൽസ ദ ആർട്ടിസ്റ്റ് ഓഫ് ഗോഡ്. എൽസ അല്ല, സ്കൂൾ ബഡ്ഡീസ്. പക്ഷേ എൽസ ദ ആർട്ടിസ്റ്റ് ഓഫ് ഗോഡ് എന്ന് അടിച്ചു കൊടുത്താലേ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ സ്കൂൾ ബഡ്ഡീസ് എന്ന് അവിടെ വരും. സോ ഇത് എങ്ങനെയുണ്ട് എൻ്റെ ഔട്ട്ഫിറ്റ്? കമൻറ്റ് ബിലോ. ഇതെൻ്റെ ബാഗി ജീൻസ്. ഇത് നമുക്ക് ഇങ്ങനെ അകത്തോട്ട് കയറ്റി വെക്കണം. അതായത് ഇഞ്ചിയാണ് ഇത്. അതിന് മുമ്പ് ഇതാണ് ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ. അപ്പോൾ നമ്മൾ ആദ്യം അതിന് കുറേ ആയുധങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. ഏതൊക്കെ ആയുധങ്ങളല്ല, കുറേ മേക്കപ്പ് സാധനങ്ങളുണ്ട്, കാണിച്ചു തരാം. ഒന്ന് ഈ ലിപ്സ്റ്റിക്ക്, കോമ്പാക്റ്റ്, നെയിൽ പോളിഷ്, ഫൗണ്ടേഷൻ, ഇതെന്താ വിക്കോൻ്റെ ക്രീം, പിന്നെ സാധനങ്ങൾ. ഒരു കുഞ്ഞു സിറ്റുവേഷൻ ആയിരുന്നു അത്, ഒന്നില്ലായിരുന്നു. ഇത് വാച്ചാണ്. ഇതൊക്കെ മേക്കപ്സ്. ഇത് വാച്ചാണ്. ഇതെനിക്ക് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വാച്ചാണിത്. അത് മാത്രമല്ല എൻ്റെ ക്ലോസ് കസിനാണ് തന്നത്. അതായത് എൻ്റെ അമ്മയുടെ അനിയത്തി തന്നതാണ്. ഇത് ക്ലിപ്പാണ്. ഇതിൻ്റെ മാച്ചിങ് കളർ ഞാൻ നോക്കിയതാണ്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഫൗണ്ടേഷൻ ഇടണോ അതോ വിക്കോൻ്റെ ക്രീം ഇടണോ എന്നാണ്. നമുക്ക് ഫൗണ്ടേഷൻ ആദ്യം ഇടാം. അതിന് ഞാൻ ആദ്യം പോകുന്നതെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ മിററിലോട്ടാണ്. മിററെ എനിക്ക് നോക്കിയില്ലെങ്കിൽ ഒരു സുഖം വരത്തില്ല. എനിക്ക് ഇങ്ങനെ കാണാം കണ്ടത്. ഞാൻ എടുക്കാണ് ഇത്തിരി ഇടുന്നുള്ളൂ. കാരണം ഫൗണ്ടേഷൻ എന്ന് വെച്ചാൽ അധികം ഇട്ടാൽ കുരു വരും. എനിക്ക് കുരു വരുന്ന ഇഷ്ടമല്ല. മൂക്കിൽ കുറച്ച് ഇതാട്ടുന്നുള്ളൂ. നെറ്റിയിൽ കുത്താണ്. ഇത് കാണണം എങ്ങനെയുണ്ട് എൻ്റെ ഫൗണ്ടേഷൻ. ഞാൻ ഇങ്ങനെ ഒന്ന് ഗ്ലോ ആക്കിയ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് ആൽപ്സ് ഗുഡ്നെസ്സിൻ്റെ മറ്റേ എന്താ ക്രീം ഇല്ലായിരുന്നു, അത് ആൽപ്സ് ഗുഡ്നെസ്സിൻ്റെ എന്താ റോസ് വാട്ടർ അങ്ങനെ കണ്ടില്ലേ. അത് ഞാൻ ഒത്തിരി ട്രെൻഡായപ്പോൾ ഞാൻ മേടിച്ചു. എനിക്ക് മേടിക്കേണ്ട സിറ്റുവേഷൻ വന്നു. അങ്ങനെ എന്ത് സിറ്റുവേഷൻ വരാനല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്? അതായത് ഒരു കല്യാണം, എൻ്റെ അല്ല തൊട്ട്, എൻ്റെതല്ല, എൻ്റെ ഒരു എൻ്റെ അല്ലല്ലോ, എൻ്റെ ഒരു ക്ലോസ് കസിൻ്റെ കല്യാണം. യെസ് ഗൈസ്, നമ്മൾ ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് വിക്കോൻ്റെ ക്രീം എടുക്കാം. ഗ്ലോയിങ് സ്കിന്നെന്നാണ് വിക്കോൻ്റെ ഈ ഇതിൽ എഴുതിയിരിക്കുന്നത്. നമുക്ക് നോക്കാം ഗ്ലോയിങ് സ്കിൻ വരുമോ ഇല്ലയോ എന്തെന്ന്. ഇത് തീരാറായി ഗൈസ്. അയ്യോ, ഇതില്ലേ എൻ്റെ ദൈവമേ, പെട്ടല്ലോ. ഇത്തിരി എടുക്കുന്നുള്ളൂ, കാരണം ഗ്ലോ ചെയ്യണ്ടേ. നമുക്ക് ക്യാമറയിൽ ഒത്തിരി ആയിപ്പോന്ന്. അതങ്ങനെ അങ്ങനെ ഗ്ലോയിങ് സ്കിൻ ആവാൻ വേണ്ടി ഞാൻ എൻ്റെ ദൈവമേ ഗ്ലോ ആയി ഗൈസ്. ഒത്തിരി അല്ല, കുറച്ച്, കാരണം ഫൗണ്ടേഷൻ ഇട്ടുകൊണ്ട് ഗ്ലോയിങ് സ്കിൻ അറിയത്തില്ല. കുറച്ച് ഗ്ലോയിങ് സ്കിൻ അത്രയും ഞാൻ പറയും.
ഞാൻ ഒത്തിരി പുരട്ടെങ്കിലും എനിക്കിഷ്ടമല്ല വിക്കോൻ്റെ ഒത്തിരി പുരട്ടുന്നത്. എൻ്റെ ആദ്യ കുർബാനയ്ക്കും എന്താ അമ്മ പറഞ്ഞു ഇത് നീ വിക്കോൻ്റെ എങ്ങനെയെങ്കിലും ഇന്നെങ്കിലും ചേർക്കാം. അപ്പം ഞാനൊരു രസത്തിന് ചേർത്തന്നേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ ഒരു ഗ്ലോയിങ് സ്കിൻ കിട്ടാൻ ഇങ്ങനെ. അപ്പം എൻ്റെ കയ്യിലെ ഡാർക്ക് സ്പോട്ട് കളയാൻ ഈ ഫൗണ്ടേഷൻ കളയാൻ പറ്റുമോ എന്നൊരു സംശയം. നമ്മളിപ്പോൾ എവിടെ പോവാന്നല്ലേ? കല്യാണ വീട്ടിൽ. കല്യാണ വീട്ടിൽ പോകുമ്പോൾ സന്തോഷമായി നിൽക്കുമ്പോൾ ഹല്ലേലൂയ. അപ്പം നമുക്ക് ഇതിങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കോമ്പാക്റ്റ് ഇടാം. കോമ്പാക്റ്റ് എനിക്ക് ഇടുന്ന ഇഷ്ടമല്ല, കാരണം ഇങ്ങനെ കുരുങ്ങൊക്കെ. അയ്യോ എൻ്റെ ദൈവമേ, കോമ്പാക്റ്റ് എന്താ? അപ്പോൾ നമുക്ക് ലിപ്സ്റ്റിക്കും ഒക്കെ ഇട്ടിട്ട് നമുക്ക് പ്രാർത്ഥിച്ചിട്ട് ആ ഡെസ്റ്റിനേഷൻ എത്തുമ്പോൾ വീഡിയോ എടുക്കാം. അപ്പോൾ ബൈ. അടുത്ത ഗെറ്റ് റെഡി വിത്ത് മീ വരുന്നതായിരിക്കും. ബൈ.